ഹായ്. ഹലോ. ആ ടിജി, പറഞ്ഞോളൂ. ഇന്നത്തെ ടോപ്പിക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇന്നത്തെ ടോപ്പിക് കുറച്ച് വിഷമമുള്ളൊരു ഒരു ടോപ്പിക്കാണ്. അതായത് മക്കള് മദ്യപാനത്തിന് അടിമകളാവുക, അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമകളായിട്ട് മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന അതെ വാർത്തകളാണ് അതെ, ഇപ്പൊ അല്ലെ. എല്ലാ ന്യൂസിലും ഇപ്പൊ അത് തന്നെയാ. അതാണ്. അത് ഒരു കണക്കിന് ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ആ കുട്ടിയുടെ ജനനം, അതേപോലെ കുട്ടിയുടെ മാമോദിസ അല്ലെങ്കിൽ 28 അല്ലെങ്കിൽ ചോറൂണില്, അങ്ങനെ ഒരു കുട്ടിയുടെ ഓരോ ഘട്ടങ്ങളിലും ആ കുട്ടി കാണുന്നത് ആ കുട്ടിയുടെ വീട്ടിലെ ആഘോഷങ്ങൾക്ക് മേശപ്പുറത്ത് നിൽക്കുന്ന മദ്യക്കുപ്പികളാണ് അല്ലെ. മദ്യക്കുപ്പികൾ പൊട്ടുന്ന സൗണ്ടുകളായിരിക്കും ചെറുപ്പം മുതലേ ആ കുട്ടി വളരുന്നത്. അപ്പൊ ആ കുട്ടിക്ക് അതൊരു തെറ്റായിട്ട് തോന്നണില്ല. ഒരു മദ്യക്കുപ്പി പൊട്ടിച്ച് ഒരു തരി കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ആ കുട്ടിയുടെ അപ്പം കഴിക്കുന്നു, അമ്മ കഴിക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബന്ധുക്കൾ കഴിക്കുന്നു, ചേട്ടൻ കസിൻസ് എല്ലാവരും കഴിക്കുന്നു. അപ്പൊ അതൊരു കുട്ടിക്ക് ഒരു തെറ്റായിട്ട് തോന്നണില്ല. ഈ കുട്ടി വലുതായിട്ട് ഒരു മദ്യക്കുപ്പി പൊട്ടിച്ച് കഴിക്കുമ്പോ ആ കുട്ടിയെ നമുക്ക് ഉപദേശിക്കാനുള്ള ഒരു അവകാശമില്ല. മുതിർന്നവര് കാണിച്ചു കൊടുക്കണത് അതാണ്. ആ കുട്ടിയെ കൊച്ചു വലുതായി വരുമ്പോ അത് കണ്ടിട്ടാണ് എന്റെ അപ്പനും അല്ലെങ്കിൽ എന്റെ അപ്പാപ്പൻ അല്ലെങ്കിൽ എന്റെ കസിൻസ് എല്ലാം അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആ കുട്ടീനെ തിരുത്താനുള്ള ഒരു അവകാശമില്ല. കാരണം നമ്മളാണ് ആ കുട്ടിക്ക് മദ്യകുപ്പി എന്താണെന്നും എന്താണ് അതിന്റെ കാണിച്ചു കൊടുക്കുന്നത്. ഒരു ആഘോഷം പൂർത്തിയാവണമെങ്കിൽ ഒരു മദ്യക്കുപ്പി വേണമെന്ന നിലയിലാണ് നമ്മുടെ സംസ്കാരം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അതെ അതെ അതെ. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത്? പരമാവധി നമ്മുടെ ആഘോഷങ്ങളിൽ മദ്യക്കുപ്പികൾ വേണ്ടാന്ന് വെക്കുക. നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് നല്ല മാതൃകയാവുക. നമ്മുടെ വീട്ടിൽ ഒരു മദ്യക്കുപ്പി പൊട്ടുമ്പോൾ അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ദുസ്സൂചനയായിട്ടാണ് നമ്മൾ കാണേണ്ടത് അല്ലെ. അതെ അതെ അതെ. അപ്പോ എല്ലാ ആഘോഷങ്ങളിലും മദ്യത്തിന് പകരം മറ്റ് സ്വീറ്റ്സുകളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ നല്ല നല്ല ഗിഫ്റ്റുകളോ കൊടുത്ത് ഓരോ ആഘോഷങ്ങളും നല്ല അടിപൊളിയാക്കി എല്ലാവരും. ശരി, ഓക്കെ, താങ്ക് യു, ബൈ.